സ്കൂൾ ഗോവണിയിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 3ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. 1 മീറ്ററോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹൈറ്റിൽ നിന്ന് ഒരാൾ നിലത്തേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ അയാളെ എങ്ങനെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് രക്ഷിക്കാൻ പറ്റും? നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരൊറ്റ തെറ്റ് എന്ന് പറയുന്നത് ഓടിപ്പോയി അവരെ നമ്മൾ പൊക്കിയെടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം വീഴുന്ന സമയത്ത് തലക്കോ നട്ടലിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടാവും. അത് കൂടുതൽ പരിക്കായി മാറുകയും അവർക്ക് ജീവിതകാലം മൊത്തം നടക്കാൻ പറ്റാത്ത സാഹചര്യമോ അതല്ലെങ്കിൽ അവരുടെ മരണത്തിലേക്ക് വരെ അത് എത്താവുന്നതാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമുക്ക് തലക്ക് വേണമെങ്കിൽ സപ്പോർട്ട് കൊടുക്കാം. 2 ഭാഗത്തും തുണിയൊക്കെ വെച്ച് തല അനങ്ങാത്ത രീതിയിൽ നോക്കുക. ഇനി ബോധം ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതെങ്ങനെ നോക്കേണ്ടത്? നമ്മൾ പോയി മുഖത്തൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇവിടെ അനക്കം പറ്റി അത് ഡേഞ്ചർ ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഷോൾഡറിൽ തട്ടിയിട്ട് ഹലോ ഹലോ എന്നൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ബോധമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കറിയാം CPR ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ കമന്നൊക്കെയാണ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിക്കണം. ഇപ്പൊ തിരിക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? മൊത്തം ശരീരം ഒരുപോലെ അങ്ങ് തിരിച്ചെടുക്കുക. അത് ഞാൻ കാട്ടിത്തരാം, ഈ ഫോട്ടോയിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുക. ആംബുലൻസിന് കോൾ ചെയ്യുമ്പോൾ അവരോട് പറയാ നട്ടലിന് പരിക്ക് പറ്റാനുള്ള സാധ്യത ഉണ്ട്, സ്പൈൻ ബോർഡ് എടുത്തിട്ടേ വരാവുള്ളൂ എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റുന്നതാണ്.